ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ആ ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ വാങ്ങിച്ചത്. എൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായിരുന്നു, ഞാൻ സിനിമ കാണാനുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈയിടെ ഒന്ന് നൈസായിട്ടൊന്ന് അടിച്ചു പോയി. അപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനത് ഉപയോഗിക്കുകയാണ്. നല്ല സ്പീക്കറായിരുന്നു, പക്ഷേ അത് ഇടയ്ക്ക് നമ്മുടെ താഴെ വീഴുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും നമ്മൾ ഉപയോഗിച്ചു, ബാറ്ററി ബാക്കപ്പ് ഒക്കെ കുറഞ്ഞ് വരുവാണെങ്കിലും. അപ്പം ഈയിടെ അതൊന്ന് നൈസായിട്ട് ബോർഡൊക്കെ അടിച്ചു പോയി. പിന്നെ ബോർഡിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന പോയിൻ്റൊക്കെ അതിൻ്റെ നൈസായിട്ട് തുരുമ്പിച്ചൊക്കെ പോയി, അതും പോയി. അപ്പം മൊത്തത്തിൽ പോയി കിടക്കണം. പിന്നെ നമ്മളത് ആലോചിച്ചു, ആ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ചിട്ട് നമുക്ക് വേറൊരു ബോർഡ് വെച്ച് വേറൊരു സ്പീക്കർ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ബഡ്ജറ്റ് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സ്പീക്കർ അന്നേരം എടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ് ഇത്. നമ്മൾ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. എന്തായാലും നല്ലൊരു പ്രൈസിങ്ങിനാണ് നമുക്കൊരു സാധനം കിട്ടിയിരിക്കുന്നത്. ഒരുപാട് റിവ്യൂ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്പീക്കറാണ്. എന്തായാലും ഞാൻ ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ ഇട്ടോ. അങ്ങനെ നമ്മൾ MZ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു സ്പീക്കറാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. നമുക്കൊരു ഫ്ലിപ്കാർട്ടിലൊരു ഓഫർ പ്രൈസോടാണ് നമുക്ക് ഈ സാധനം കിട്ടിയത്. ഫ്ലിപ്കാർട്ടിൽ തന്നെ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും അടിപൊളി റിവ്യൂസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ കൊടുക്കുന്ന കാശിന് അടിപൊളി പെർഫോമൻസ് ആണ് ഇത് തരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ആ പറയുന്നതിലൊക്കെ സത്യാവസ്ഥ ഉണ്ടോ എന്ന് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ ബോക്സിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. MZ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി ബ്രാൻഡിങ്ങും പിന്നെ മോഡൽ നമ്പറും പിന്നെ നമുക്ക് 4 മണിക്കൂറാണ് ഇതിൻ്റെ പ്ലേ ടൈം കിട്ടുന്നത്. ഇത് അത്യാവശ്യം ഒരു തെറ്റില്ലാത്തൊരു പ്ലേ ടൈം തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. പിന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, പിന്നെ നമുക്ക് FM റേഡിയോ, പിന്നെ നമുക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ടൈപ്പ് സി ചാർജിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ നോർമൽ ഡിവൈസ് പിന്നെ SD കാർഡ് ഇതൊക്കെയാണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് എന്തായാലും നമുക്ക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ഡിവൈസുമായിട്ട് നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ പെയർ ചെയ്യാമെന്നൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ അധികം കളർ ഓപ്ഷൻ കാണാം. നമ്മളിതിൽ ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ നമ്മുടെ മോഡൽ നമ്പറും വർക്കിംഗ് ടൈമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററി 1200 mAh ബാറ്ററിയാണ്. അപ് ടു ഒരു 10 മീറ്റർ വരെ നമുക്ക് റേഞ്ചിന് പോകും. എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്കൊന്ന് പൊട്ടിച്ചൊന്ന് ഫസ്റ്റ് ലുക്ക് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ആദ്യം പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിലോട്ട് കിട്ടുന്നത് നമ്മുടെ ഈ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. ഇതെന്തായാലും ഒരു വലിയൊരു ഹൈലൈറ്റ് ആണ്. കാരണം സാധാരണ ഇത്ര സ്പീക്കർക്കൊക്കെ മൈക്രോ USB ആണ് വരുന്നത്. ഇത് ടൈപ്പ് സി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു മെയിൻ സ്പീക്കർ നമ്മൾ പുറത്തോട്ടെടുക്കുകയാണ്. മെയിൻ സ്പീക്കർ നമ്മുടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഒരു കവറിലാണ് പൊതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ലുക്ക് എന്തായാലും നമ്മുടെ സ്പീക്കറിൻ്റെ കിടുക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്പീക്കറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു പ്രൊട്ടക്റ്റിംഗ് ഷീൽഡ് നമുക്കിതിലുണ്ട്. അതിന് മെറ്റലാണ് സാധനം. ഞാൻ ആദ്യം വിചാരിച്ച് പ്ലാസ്റ്റിക് ആയിരിക്കുമെന്ന്. എന്തായാലും അതൊഴിച്ച് ബാക്കി പ്ലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ബിൽഡ് ക്വാളിറ്റിക്ക് നമുക്ക് ഒരു 10/10 തന്നെ കൊടുക്കണം. കാരണം അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിന് വേറെ വല്ല സ്പീക്കർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുമാതിരി തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ആയിരിക്കും. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. പിന്നെ നമ്മൾ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും സ്പീക്കർ ഹാങ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഹാങ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സ്പീക്കറിൻ്റെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ USB പോർട്ട്, പിന്നെ മൈക്രോ SD കാർഡ്, പിന്നെ നമ്മുടെ ആ ഒരു ചാർജിങ് പോയിന്റ്, പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ. ഇത്രയാണ് നമ്മൾ ബാക്കിൽ കാണാൻ പറ്റും. ഓൺ ഓഫ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുന്നതല്ല, അത് സ്വൈപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. പിന്നെ ബാക്കിലെ ആ ലുക്ക് ആണെങ്കിൽ ജസ്റ്റ് നമുക്കൊരു കാർബൺ ഫൈബർ പോലെ തോന്നിക്കുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് അവിടെ ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഒരു സ്പീക്കറിൻ്റെ ഡിസൈൻ ആണെങ്കിലും ക്വാളിറ്റിക്ക് ആണെങ്കിലും ഒട്ടും തന്നെ കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ഒരു സ്പീക്കറിൻ്റെ മണ്ടയോട്ട് നോക്കുകയാണെങ്കിൽ വോളി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പോസ്, പിന്നെ മോഡ്, അങ്ങനെ കുറച്ച് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്പീക്കർ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പൊള്ള മട്ട് ഫീൽ ആവത്തില്ല. ഇതേ പ്രൈസ് പോയിന്റുള്ള വേറെ സ്പീക്കർ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലതൊക്കെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം, അകത്തൊന്നും ഇല്ലാത്ത പോലെ നമുക്ക് പൊള്ള പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി എന്തായാലും ഇതിൻ്റെ ഒരു പ്രൈസ് പറയാം. എനിക്ക് ഏകദേശം ഒരു 300 രൂപയ്ക്കാണ് ഈ ഒരു സാധനം എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ ഓർഡർ ചെയ്യാൻ കുറച്ച് ദിവസമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ പ്രൈസ് അപ്പും ഡൗണും ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്തായാലും ഇത് കൊടുത്ത പ്രൈസിനുള്ള പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വെൽക്കം ടു MC മ്യൂസിക് വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു പാട്ട് നമുക്ക് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേക്കാം.
ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. ടെസ്റ്റിംഗ് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. വെറുതെ അല്ല അവരുടെ ബോക്സിൽ അവർ മിനി ബോംബ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. സംഭവം ഒരു കുട്ടി ബോംബ് തന്നെയാണ്. ഭയങ്കര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫോമൻസ് ആണ് നമുക്ക് തരുന്നത്. ശരിക്കും പറഞ്ഞാൽ 50% വോളിയം മതി. ശരിക്കും പറഞ്ഞാൽ ഒരു റൂം എന്തായാലും നല്ലപോലെ തകർത്തു മറിക്കും ഒരു കുഞ്ഞ സാധനം. ഇനി ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുവാണെങ്കിൽ സംഭവം വെർത്തിട്ടാണ്. പിന്നെ നമ്മൾ സൗണ്ട് കൂട്ടി ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ലോക്കൽ സ്പീക്കർ കിടന്ന് ഒത്തിരി അടിക്കുന്ന പോലെ ഒന്നും ഇതടിക്കത്തില്ല. പക്ക നമുക്ക് ആ ഒരു സൗണ്ട് ക്വാളിറ്റിയിൽ തന്നെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്. എന്തായാലും നമ്മുടെ ഈ കൊച്ചു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.